ക്ലിയർ കുറവുണ്ട്. ക്യാമറ ക്ലിയർ പോലെ വേണ്ട പിന്നീട് നമ്മൾ പിന്നെ കുറച്ച് നിൽക്കുമ്പോൾ പറയില്ല സഖാക്കളെ, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഇവിടെയുള്ള സീറ്റുകളിൽ ഇരുന്നും സീറ്റുകളില്ലെങ്കിൽ നിന്നും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവശേഷിക്കുന്ന ആ കസേര കൂടി നിരത്തിയാൽ കുറച്ച് ആളുകൾക്ക് കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും അത് സ്ഥലത്തിരിക്കണം. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വയനാട് പുനരധിവാസ പദ്ധതിയെ അട്ടിമറിക്കാൻ നോക്കുന്ന UDF, BJP വലതുപക്ഷ മാധ്യമ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാനും ദുരന്ത പ്രദേശത്തെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അർഹതപ്പെട്ട ദുരിതാശ്വാസ സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത്തരമൊരു ബഹുജന പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 20-ാം തീയതി മുതൽ കണ്ണൂർ ജില്ലയിലെ 249 ലോക്കലുകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതിനു ശേഷമാണ് ജില്ലാ കേന്ദ്രമായ കണ്ണൂരിൽ ഇത്തരമൊരു ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ എന്ന ജലബോംബ്
സമാനതകളില്ലാത്ത ദുരന്തമാണ് വിതച്ചത്. 400-ലധികം പേരാണ് മരണപ്പെട്ടത്. നിരവധി കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടമായി. വീടുകളും കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അടക്കമുള്ള എല്ലാം തകർന്ന പ്രദേശമായി ചൂരൽമലയും മുണ്ടക്കൈയും മാറി. LDF സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഒരൊറ്റയാൾക്കും എതിരഭിപ്രായം പറയാൻ കഴിയാത്ത വിധത്തിൽ ഏകോപനത്തോടുകൂടിയായിരുന്നു. 1 മണിക്കൂറിനകം പോലീസ് അവിടെ എത്തി. അഗ്നിശമന സേനയും ഫോറസ്റ്റും റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമെല്ലാം യോജിച്ചണിനിരന്നു. കേന്ദ്രസേന, കരസേനയായാലും വ്യോമസേനയായാലും നാവികസേനയായാലും കോസ്റ്റ് ഗാർഡായാലും NDRF ആയാലും എല്ലാം അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുത്തു. മണിക്കൂറുകൾക്കകം താൽക്കാലിക പാലം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പണിതു. DYFI പ്രവർത്തകന്മാർ 9 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടോടിയ ആദിവാസി കുടുംബങ്ങൾ അടക്കമുള്ളവരെ ഫോറസ്റ്റുകാരോടൊപ്പം ചേർന്ന് രക്ഷിച്ചു. സമാന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് സന്നദ്ധ സംഘടനകൾ നിരവധി പേർ രാഷ്ട്രീയത്തിന് അതീതമായി അവിടെ അണിചേർന്ന് സംഘടിപ്പിച്ചത്. അതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ എല്ലാ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വം 9 മന്ത്രിമാർ സ്ഥിരമായി അവിടെ കേന്ദ്രീകരിച്ചത്, മറ്റു മന്ത്രിമാർ ആവശ്യാനുസരണം അവിടെ എത്തിച്ചേർന്നത് എല്ലാം തന്നെ മഹാപ്രളയകാലത്ത് 2018 എന്നതുപോലെ നമ്മുടെ മുമ്പിൽ കേരളം ഇന്ത്യക്ക് വഴികാട്ടിയായി മാതൃകയായി. അതോടൊപ്പം കഴിയുന്നതും വേഗത്തിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് ഏർപ്പെടുത്തുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നമ്മുടെ നാടാകെ അതുമായി സഹകരിച്ചു. ഇങ്ങനെ എല്ലാ നിലയിലുമായിരുന്നു വയനാട്ടിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകിയ സഹായ പ്രവർത്തനം, ടൗൺഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലമടക്കം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാം നടക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി കേന്ദ്രം എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർന്നു വന്നു. പ്രധാനമന്ത്രി വന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ വന്നു. അവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കേന്ദ്ര മാർഗരേഖ അനുസരിച്ചൊരു നിവേദനം കേന്ദ്രത്തിലേക്ക് അയച്ചു. സ്വാഭാവികമായും അത് പ്രതീക്ഷിക്കുന്ന ചെലവായിട്ടാണ് കണക്കാക്കിക്കൊണ്ട് നിവേദനം സമർപ്പിക്കുക. അങ്ങനെയാണ് എല്ലാ കാലത്തും ചെയ്തത്. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 2012-ലും 2013-ലും 2016-ലും എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിൽ നിവേദനം സമർപ്പിച്ചത് അതുപോലെയാണ് നിവേദനം സമർപ്പിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ മലയാള ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJPയുടെ നേതാവ് മുതലാളിയായി നടത്തുന്ന ചാനലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നുകൊണ്ടാണ് വയനാട്ടിലെ പുനരധിവാസത്തെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വ്യാജ വാർത്ത നൽകിയത്. പ്രതീക്ഷിത ചെലവിനെ ചെലവഴിച്ച തുകയാക്കി അവർ വളച്ചൊടിച്ചു. കള്ളക്കണക്ക് കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചുവെന്നവർ പറഞ്ഞു. ആ വ്യാജ വാർത്ത വന്നപ്പോ മണിക്കൂറിനകം മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ വസ്തുത ജനങ്ങളെ അറിയിച്ചു. രാത്രിയാവുമ്പോഴേക്കും ചില ചാനലുകൾ
തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തുറന്നു പറഞ്ഞു. അങ്ങനെ 2 ചാനലുകൾ ആ തെറ്റു പറഞ്ഞെങ്കിൽ 24 ചാനലും റിപ്പോർട്ടർ ടിവിയും അത് പറഞ്ഞെങ്കിൽ മറ്റെല്ലാവരും ദുരഭിമാനം മാത്രം നിലപാട് സ്വീകരിച്ചുകൊണ്ട് കള്ള വാർത്തകളുമായി മുന്നോട്ട് പോകും. കാളമേറ്റെന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന വിധത്തിൽ പ്രതിപക്ഷം സമരവുമായി രംഗത്ത് വന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു സമരം പന്തൽ കാണുന്നുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ സമരമല്ല, മറിച്ച് കേരളത്തിനെതിരായ സമരമാണ്. അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രിയുടെ രാജിയാണ്. എന്തിനു മുഖ്യമന്ത്രി രാജിവെക്കണം? വയനാടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചതാണോ മുഖ്യമന്ത്രിയെ രാജിക്കായി രക്തദാഹികളായ ഡ്രാക്കുളമാർ ഇന്ന് ആവശ്യപ്പെടുന്നത്? അങ്ങനെ ഇല്ല. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് വ്യാജ വാർത്തകളുമായി അവർ രംഗത്തിറങ്ങിയത്. 2 ഉദ്ദേശമാണ് അവർക്കുള്ളത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. 2, ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സഹായം നൽകാൻ പാടില്ല. അങ്ങനെ കേന്ദ്രം ഒന്നും തരാതെ, ജനങ്ങളൊന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കാതെ നിങ്ങൾ എങ്ങനെ വയനാടിനെ പുനർനിർമ്മിക്കും? അത് കാണട്ടെ എന്ന നാത്തുവിന്റെ കണ്ണീര് കാണാൻ വേണ്ടി ആങ്ങളിയെ കൊല്ലാൻ നോക്കുന്നവരാണ് ഇപ്പൊ സമരം നടത്തുന്ന വലതുപക്ഷക്കാർ. അതുകൊണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഈ തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ സഹായവും നൽകണം. ഇന്നിപ്പോ ഒരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ 145.60 കോടി രൂപ കേന്ദ്രം ഇത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് ചിലർ പ്രചരണം നടത്തുന്നത്. അതിന്റെ സത്യമെന്താ? ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് എല്ലാ വർഷവും വർഷത്തിന്റെ പാതിയാവുമ്പോൾ പകുതി തുകയും അവസാനമാകുമ്പോൾ അവശേഷിക്കുന്ന തുകയും നൽകണമെന്നാണ് വ്യവസ്ഥ. ആകെ കേരളത്തിലെ ദുരന്ത പ്രതികരണ നിധിയിൽ SDRF-ൽ ഉണ്ടാവേണ്ട തുക സംബന്ധിച്ച് വ്യക്തതയുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് തുക നിശ്ചയിക്കുന്നത്. അത് പ്രകാരം നമുക്ക് അർഹതപ്പെട്ടത് 291.20 കോടിയാണ്. അതെല്ലാ വർഷവും നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് കാലോചിതമായ വർധനവുണ്ടാവും. അതിന്റെ പകുതി ജൂണിൽ തരേണ്ടതാ. ജൂണിൽ തന്നില്ല. അതിപ്പോ നമുക്ക് അനുവദിക്കുന്നു. അതിന് 25% 96 കോടി രൂപ സംസ്ഥാന സർക്കാർ അതിന്റെ മാച്ചിങ് മണിയായി SDRF-ൽ അടക്കുകയും ചെയ്യണം. അതല്ല, കേന്ദ്രം ഈ പ്രത്യേക വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന ജലബോംബിനാൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമുക്ക് തരേണ്ട തുകയുണ്ട്. അത് കണക്കാക്കിയാണ് അവരോട് ആവശ്യപ്പെട്ടത്. അത് തന്നില്ല. കേന്ദ്രം തരാത്തതിനെ കുറിച്ച് പറയാൻ ആർക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നേരമില്ല. കേന്ദ്രം ഇവിടുത്തെ ഉരുൾപൊട്ടലിന് ശേഷം ആഗസ്റ്റിൽ പ്രളയമുണ്ടായ ആന്ധ്രക്ക് 15,000 കോടി കൊടുത്തു. ബീഹാറിനും ആസാമിനും കൊടുത്തു 11,500 കോടി രൂപ. കേരളത്തിന് തന്നില്ല. ഇതാണ് വിവേചനം. ഇതാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടത്. അതാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കാൻ UDF, BJP, വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ തുറന്നുകാട്ടാനും കേരളത്തിന് അർഹതപ്പെട്ട സഹായം കേന്ദ്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ പരിപാടി, ഈ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് EP ജയരാജനാണ്. സഖാവ് EP ജയരാജനെ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സഖാക്കൾ KV സുമേഷ് MLA,
പി പുരുഷോത്തമൻ, PV ഗോപിനാഥ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു സഖാക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ KV സുമേഷ് MLA ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രാഷ്ട്രീയ കേരളം കണ്ട അങ്ങേയറ്റം ക്രൂരമായ ഗൂഢാലോചനയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ മോശമായി ചിത്രീകരിക്കാൻ വയനാട് പുനരധിവാസ പാക്കേജിനെ സംബന്ധിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങളും UDF-ഉം BJP-യും നടത്തിയത്. നേരത്തെയുള്ള നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ വസ്തുതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത, യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത, ഒരു തരത്തിലും നീതീകരിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ഇന്നത്തെ കാലത്തെ ഒരു സാധ്യതയെ വളരെ സമർത്ഥമായി ആളുകൾക്കിടയിൽ ഒരു ഗീബൽസിയൻ തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ ജയരേട്ടൻ പറഞ്ഞതുപോലെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും എല്ലാം ആക്ഷേപിക്കാൻ അപമാനിക്കാനും നടത്തുന്ന ഈ ശ്രമത്തെ നമുക്ക് കൂട്ടായിട്ട് പ്രതിരോധിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ പ്രിയങ്കരനും ബഹുമാനനുമായിട്ടുള്ള സഖാ VP ജയരാജനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആഹ്വാനം ചെയ്തതനുസരിച്ചാണ് ഇന്ന് അത് നിങ്ങളെല്ലാം വന്നെത്തിച്ചേർന്നത്. അതീവ പ്രാധാന്യമർഹിക്കുന്ന കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശം ജനങ്ങളിലാകെ എത്തിക്കാൻ ജനങ്ങളെയെല്ലാം പിന്തുണയും അവരുടെ എല്ലാം സഹായവും സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഈ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. 1957 VMS തുടങ്ങിവെച്ച ഭരണപരിഷ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് VMS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സന്ദേശം എന്ന നിലയിൽ ഈ കേരള സമൂഹത്തെ ആകെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ ഗവൺമെന്റ് 57 ആരംഭിച്ചു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, കേരളത്തിൽ ഭൂപരിഷ്കരണമാണ് ഇന്നത്തെ നിലയിൽ കേരളത്തിന്റെ വളർച്ചയ്ക്കുള്ള അടിസ്ഥാനം. ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ വളരെക്കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി
അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കൃഷിക്കാർക്ക് ഭൂമി കൊടുക്കാൻ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷക സമൂഹത്തിന് നൽകാൻ, കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമവും നിർമ്മിച്ചില്ല, ഒരു നിയമനിർമ്മാണവും നടത്തിയില്ല. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭൂപരിഷ്കരണ നിയമം, മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ജനങ്ങൾക്ക് വിതരണം ചെയ്യൽ തുടങ്ങിയിട്ടുള്ള മഹത്തായ കാർഷിക പരിഷ്കരണം, ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കി. 1957 ആ ഗവൺമെന്റ് എങ്ങനെയാണ് പോയത്? ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ജന്മിമാരും നാടുവാഴികളും വലതുപക്ഷ ശക്തികളാകെ എന്ന് മാത്രമല്ല അമേരിക്കൻ CIA കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അമേരിക്കൻ CIA പണം കൊടുത്തു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വിമോചന സമരം സംഘടിപ്പിച്ചു. ആ വിമോചന സമരത്തിലൂടെ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നീക്കുന്നത് VMS ഗവൺമെന്റ് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ്, ആ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അക്രമത്തിലൂടെ, വിമോചന സമരത്തിലൂടെ തകർക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഴുത്തിന് കോടാലി വെച്ച് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തിരിച്ചിട്ടത്. അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം. 1959 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തകർത്തതിന് ശേഷം ആ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം 67 VMS വീണ്ടും അധികാരത്തിൽ. ആ ഗവൺമെന്റ് കാർഷിക രംഗത്ത് അവശേഷിക്കുന്ന കാർഷിക പരിഷ്കരണം നടപ്പിൽ വരുത്തി. കർഷക തൊഴിലാളികൾക്ക്, ഭൂരഹിതർക്ക് ഭൂമി കൊടുത്തു. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ തയ്യാറാക്കി. എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ അനുഭവം? ജനങ്ങൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആ ഗവൺമെന്റിനെ, ഐക്യമുന്നണി ഗവൺമെന്റിനെ, ആ മുന്നണിയിലെ ചില ഘടക പാർട്ടികളെ കൂട്ടുപിടിച്ച് കാലുവാരി ആ മുന്നണിയെ തകർത്തു. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം. വീണ്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീണ്ട വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. VMSന് ശേഷം ഒട്ടനവധി മഹാരഥന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റുകളെ എല്ലാം അട്ടിമറിക്കാനും തകർക്കാനും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നിരന്തരമായി ശ്രമിച്ചു. 80 അധികാരത്തിൽ വന്ന VK നായനാർ ഗവൺമെന്റാണ് ഇന്ന് കർഷക തൊഴിലാളികൾക്ക് പെൻഷനും, കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 രൂപ മാസം പ്രതി ലഭ്യമാക്കുന്നു. കർഷക തൊഴിലാളി പെൻഷൻ എന്ന ആശയത്തെ കേരളത്തിൽ ശക്തമായി എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിലെ കർഷക തൊഴിലാളികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ എന്ന ചോദ്യം ചോദിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. ആ ജനോപകാരപ്രദമായ നടപടികളെ പോലും അട്ടിമറിക്കാൻ ശ്രമം നടത്തി. അതിനെയുമെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറിയും
ഭരണരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി അധികാരത്തിലേക്ക് വന്നു. ആ ഗവൺമെന്റുകളാണ് ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് അടിത്തറവാക്കിയത്, വളർത്തിയെടുത്തത്. ഇവിടെ ഇന്ന് സമ്പൂർണ്ണ സാക്ഷരത, എല്ലാവർക്കും വിദ്യാഭ്യാസം, ജനങ്ങൾക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള പൊതു വിതരണ ശൃംഖല, നീതിന്യായ രംഗത്ത് തുല്യത, സ്ത്രീ പുരുഷ സമത്വം, തുല്യത, ഇതെല്ലാം ഉറപ്പുവരുത്തി ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റുകളാണ്. അങ്ങനെയാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടു വന്നത്. ഈ കേരളം രൂപപ്പെട്ട് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഒട്ടനവധി നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, നേതാക്കൾ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പയ്യാമ്പലത്ത് സഖാ വഴിയിപ്പോളിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ 53ാമത് രക്തസാക്ഷി വാർഷികത്തിന്റെ ഭാഗമായി നിങ്ങൾ സമ്മേളിച്ചുകൊണ്ട് പുഷ്പചക്രം അർപ്പിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സഖാ വഴിക്കോടിനെ പോലെയുള്ള നേതാക്കളെ തെരുവിൽ കുത്തിക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവായിരുന്നു സഖാവ് കുഞ്ഞാലി. ആ കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നില്ലേ? കോൺഗ്രസുകാർക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം പഠിപ്പിച്ച നായാട്ട് ശങ്കരനെ തല്ലിക്കൊന്നില്ലേ? നായാട്ട് ശങ്കരനും ഒയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നില്ലേ? ഇതെല്ലാം നിർവഹിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ പൂർവ്വകാല ചരിത്രം അതാണ്. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര സഖാക്കൾ പറഞ്ഞു ഗുണ്ടാ ക്യാമ്പുകളുണ്ട്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ നിങ്ങളെല്ലാം പലരും ഓർക്കുന്നുണ്ടാകും. ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകര ഭരണമല്ലേ ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയത്. ആ കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളെ പ്രതിരോധിച്ചത്, ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ച കേരളത്തിലെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒട്ടനവധി സഖാക്കൾ മരിച്ചു വീണു. ഒട്ടനവധി സഖാക്കൾ അവരുടെ ജീവിതത്തിലെ സർവസ്വം നഷ്ടപ്പെട്ടു. എത്രയോ ഭീകരമായ മർദ്ദനങ്ങൾ അനുഭവിച്ച് നിത്യരോഗികളായി തീരുന്നു. ഇതെല്ലാം അനുഭവിച്ചതിലൂടെയാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നേതാക്കളും സഖാക്കളും അനുഭവിച്ചതിലൂടെയാണ് ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത്. അനായാസകരമായി നേടിയെടുത്തതല്ല ഇന്നത്തെ സ്വാതന്ത്ര്യം, ഇന്നത്തെ ജനാധിപത്യപരമായ നിലനിൽപ്പ്. അതിനു നേരെ ഇപ്പോഴും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുമാണ്. എന്നാൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളിൽ നിന്ന്, അവരുടെ തകർച്ചയിൽ നിന്ന് അതിനെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ BJP, RSS, സംഘപരിവാർ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൽ ആ BJP ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യഭരണം നടത്തി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. നയപരമായി പരിശോധിച്ചാൽ സാമ്പത്തിക നയത്തിലാകട്ടെ, രാഷ്ട്രീയ കാഴ്ചപ്പാടിലാകട്ടെ, ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസിനെ, അവരുടെ ഭരണത്തെയാണ് ഇന്ന് BJP പലപ്പോഴും മാതൃകയായി ഉദാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്. ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കാതെ ജനങ്ങളുടെ വിമർശനങ്ങൾ വരുമ്പോൾ BJP ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെയാണ്. അതുകൊണ്ട് ആ കോൺഗ്രസും BJP ഇപ്പോൾ അവരുടെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ച ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ്.
ഈ രണ്ട് കൂട്ടരും ഓരോ ഭാഗം ചേർന്നും കൂട്ടായി കേരളത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷമില്ലായിരുന്നുവെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളം രൂപപ്പെടുമായിരുന്നോ? ഇന്നത്തെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നോ? 65 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുമായിരുന്നോ? സ്ത്രീ പുരുഷ സമത്വം ലഭ്യമാകുമായിരുന്നോ? സാർവത്രികമായ വിദ്യാഭ്യാസം, കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ്. ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ശക്തി പ്രാപിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആഗ്രഹിക്കുന്നത് ആ മാറ്റങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇനിയും ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. നമുക്കതിന് പരിഹാരം കാണും. അതിനുള്ള നടപടികൾ ഉണ്ടാകും. ഭവനരഹിതർ ഈ കേരളത്തിലുണ്ട്. പൂർണ്ണമായും ഭവനരഹിതരില്ലാത്തൊരു കേരളമാകണം. തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളമാകണം. പകർച്ചവ്യാധികളും മാറാവ്യാധികളും കൊണ്ട് നമ്മുടെ നാട് നശിക്കരുത്. ആരോഗ്യരംഗത്ത് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ദീർഘായുസ്സുള്ളൊരു നാടായി കേരളത്തെ മാറ്റണം. എല്ലാ കുഞ്ഞുങ്ങളെയും ആരോഗ്യം ശക്തിപ്പെടുത്തണം. മനുഷ്യരുടെ സാഹോദര്യം ശക്തിപ്പെടുത്തണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പ്രാദേശികത്വത്തിന്റെയും ഒക്കെ പേരിൽ കലഹിച്ചുകൊണ്ട്, പരസ്പരം ജാതിയും മതവും വികാരങ്ങൾ ഇളക്കിവിട്ടുകൊണ്ട് നാടിനെ ശിഥിലമാക്കാൻ വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കേരളം ഇന്നത്തെ കേരളമായി ഒന്നിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാകാത്തത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ സാഹോദര്യം? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും എല്ലാം കേരളത്തിൽ ഏകോദര സഹോദരങ്ങളാണ്. ആ മാനസികാവസ്ഥയിലാണ് മതപുരോഹിതന്മാരും മതവിശ്വാസികളും ക്ഷേത്രവിശ്വാസികളും ആരാധകരും എല്ലാ പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളുമെല്ലാം. എങ്ങനെയാണ് ഈ സാമൂഹ്യ ബോധം ഇവിടെ നിലനിൽക്കുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടതുപക്ഷ ചിന്തയാണ്. നമ്മുടെ മുൻഗാമികൾ സൃഷ്ടിച്ചു വളർത്തിയെടുത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ ജാതിയും മതവും കൊണ്ട് ഈ രാജ്യം കുത്തി തകർന്നിട്ടുണ്ടാകും. ഈ രാജ്യം ശിഥിലമായിട്ടുണ്ടാകും. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ പാവപ്പെട്ട മനുഷ്യർ അങ്ങേയറ്റം നീചമായ ആക്രമണങ്ങൾക്ക് വിധേയരാകും. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? കർണാടകത്തിലുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? അവിടെയെല്ലാം പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതിക്കാർ, അവശ്യ ജനവിഭാഗങ്ങൾ അടിമകളെ പോലെ കഴിഞ്ഞുകൂടുകയാണ്. ഇവിടെ എല്ലാവർക്കും നിയമത്തിന്റെ, നീതിപീഠത്തിന്റെ, സാമൂഹ്യ രംഗത്ത് തുല്യ അവകാശങ്ങൾ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കാൻ കഴിയും. ഈ ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ, ഈ ഇടതുപക്ഷ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് വളർത്തിയെടുക്കാനും വിപുലീകരിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ്, അതിനുശേഷം വന്ന രണ്ടാം പിണറായി ഗവൺമെന്റ്, സഖാ VMS തുടങ്ങി വെച്ച സഖാ VK നായർ, VS അച്യുതാനന്ദൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കേരളത്തെ ഒരു പുതിയ കേരളമായി രൂപപ്പെടുത്തുക, ഈ നയങ്ങളിലേക്ക് കേരളത്തെ മാറ്റിത്തീർക്കാൻ സർവ മേഖലകളിൽ
അഭിവൃദ്ധി, പുരോഗതി, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്തൊരു കേരളം സൃഷ്ടിച്ചെടുക്കാൻ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകൾ വ്യാവസായിക രംഗത്തും ആരോഗ്യ രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം നമുക്ക് ആ മാറ്റം കാണാൻ കഴിയും. ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത വലതുപക്ഷ ശക്തികളുണ്ട്. ആ വലതുപക്ഷക്കാരാകട്ടെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ കേരളം ഒരു പച്ചത്തുരുത്തായി വളർന്നു വന്നാൽ അതിന്റെ വളർച്ച വലതുപക്ഷ ശക്തികൾക്കാപത്താണ്, വർഗീയ ശക്തികൾക്കാപത്താണ്. അതുകൊണ്ട് തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, ജനാധിപത്യ വിരുദ്ധ ശക്തികൾ, അതിൽ തന്നെ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ആക്രമിക്കുകയാണ്. അവർ ഈ ഇടതുപക്ഷത്തെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പിണറായി ഗവൺമെന്റിന് ശേഷം ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകില്ലെന്ന് അവർ ധരിച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി. ഇപ്പോഴും അവർ ഭയപ്പെടുന്നത് ഈ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ച് ഈ ഗവൺമെന്റ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന വികസന നയം, പുതിയ കേരളം, എല്ലാ രംഗത്തും അഭിവൃദ്ധി, ലോകം വളരുമ്പോൾ ആ ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരും. അതിലേക്ക് കേരളം ഉയർന്നാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ സാധിക്കില്ല. ഇടതുപക്ഷം കൂടുതൽ ചെലവിട്ടറിയാർജിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ ഏതെല്ലാം വഴികളിലൂടെ സാധിക്കും, അതിലവർ കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗം ഇവിടെ വാർത്താ മാധ്യമങ്ങളെ അവരുടെ പരിധിക്കകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിൽ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമായിട്ട് ഒട്ടനവധി മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളാണ്. വലതുപക്ഷ ആശയം പ്രചരിപ്പിക്കുന്നവരാണ്. ഇടതുപക്ഷ ആശയങ്ങളെ നിരാകരിക്കുന്നതാണ്. അതാണ് അതിന്റെ മൗലികമായ തത്വം. ആ മൗലികമായ തത്വം നടപ്പിൽ വരുത്താൻ ചിലപ്പോൾ ഇടതുപക്ഷ വേഷം തന്നെ അവർ ധരിച്ചു. അങ്ങനെ ഇടതുപക്ഷ വേഷം ധരിച്ചു, ഇടതുപക്ഷ വ്യാഖ്യാനം നടത്തി. ഈ കേരളത്തിൽ 3.5 കോടി മലയാളികളുടെ ജന്മനാട്, ആ ജന്മനാടിലെ മലയാളികളുടെ ബോധ മനസ്സിനെ വലതുപക്ഷ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ഇടതുപക്ഷ വിരുദ്ധ മനോഭാവങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ മാധ്യമങ്ങൾ സംഘടിതമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താരതമ്യേന അച്ചടി മാധ്യമങ്ങൾ വായനാ രംഗത്ത് പഴയതുപോലെ സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഈ രംഗത്ത് വലതുപക്ഷ ശക്തികൾ കേന്ദ്രീകരിച്ചു. ഈ സോഷ്യൽ മീഡിയ രംഗത്തും അതുപോലെ തന്നെ ദൃശ്യമാധ്യമ രംഗങ്ങളിലും വലതുപക്ഷ സന്ദേശങ്ങളാണ് എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് CPM-നെയാണ്. CPM-നെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, വലതുപക്ഷ ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുള്ള പുതിയ സാഹചര്യങ്ങളുടെ വഴികൾ കണ്ടെത്തും. ഇന്ന് അതിന്റെ പഠനമാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാധ്യമ രംഗത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും ഈ സോഷ്യൽ മീഡിയാസിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വാധീന വലയം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പുറത്തു വന്ന ചില കാര്യങ്ങൾ ഇവിടെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന, മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്ന മൊബൈൽ സംവിധാനത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ചത് അതാണ്. പേജർ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം.
ഒരേ സമയത്തിൽ കൈവശം വെച്ചിരിക്കുന്നവരിലെല്ലാം സ്ഫോടനം ഉണ്ടാകും. കുഞ്ഞുങ്ങളും ആളുകളും രോഗികളും എല്ലാം പറയപ്പെടും. ഇത്തരത്തിലുള്ള ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ബോധത്തെ സ്വാധീനിച്ചെടുക്കാനുള്ള സംഘടിതമായ നീക്കം, ഇവിടെ മനുഷ്യന്റെ മനസ്സെങ്ങനെ രൂപപ്പെടുന്നു എന്നത്, ചിന്ത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് വലിയ സ്വാധീന വലയം സൃഷ്ടിച്ചുകൊണ്ട് അതെല്ലാം ശേഖരിച്ച് ഓരോ മനുഷ്യന്റെയും ചലനങ്ങളെ നിരീക്ഷിച്ച് അതിൽ നിന്ന് വലതുപക്ഷ ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ സംഘടിതമായ നീക്കമാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ മേഖലകളിലും കാണാം. ഇടതുപക്ഷ ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങൾ വന്നു. ഒന്നൊരു മഹാപ്രളയം, മറ്റൊന്നാകട്ടെ നമ്മുടെ പകർച്ചവ്യാധി. ആ പകർച്ചവ്യാധി വന്നു. കേരളത്തിൽ ഏതാണ്ട് 2 വർഷക്കാലം ഈ പകർച്ചവ്യാധിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും എല്ലാം അടഞ്ഞു കിടന്നു. ഓഫീസുകൾ പ്രവർത്തിച്ചില്ല, വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചില്ല, കച്ചവട സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ പ്രവർത്തിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2 കൊല്ലക്കാലം കേരളം മുഴുവൻ നിശ്ചലമായി. ആ നിശ്ചലമായ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് വിഷമമുണ്ടായോ? ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രയാസമുണ്ടായോ? ഈ ഗവൺമെന്റ് കേരളത്തിലുള്ളത് കൊണ്ട് അവരെ കാത്തു സൂക്ഷിച്ചില്ല, അവരെ രക്ഷിച്ചെടുത്തില്ലേ? ആവശ്യമായ നിലയിലുള്ള എല്ലാ വൈദ്യസഹായങ്ങളും നൽകിയില്ലേ? COVID-19 കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ COVID-19 കാലഘട്ടത്തിൽ എത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു. അതിന്റെ ഫലമായിട്ട് തന്നെ കേരളം ആ മാരകമായ രോഗത്തിൽ രക്ഷപ്പെട്ടു. അത് വന്നപ്പോൾ COVID-19 കാലത്ത് ഒട്ടനവധി പേർക്ക് ആശ്വാസം കൊടുത്ത് സംരക്ഷിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഇവിടെ ഉണ്ടായേക്കാം. ആ 2 വർഷക്കാലം ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരൻ, അധ്യാപകർ സ്കൂളിലോ ഓഫീസുകളിലോ പോയില്ല. ഏതെങ്കിലും ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളം തടഞ്ഞു വെച്ചിട്ടുണ്ടോ? അവരെ ശമ്പള പരിഷ്കരണം പൂർണ്ണമായും ആ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ലേ? എല്ലാവരുടെയും ആനുകൂല്യങ്ങൾ കൊടുത്തില്ലേ? ഒരു കുടുംബവും പട്ടിണി കിടക്കരുത്. എത്രമാത്രം ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത്. ലാപ്ടോപ്പ് വെച്ച്, TV വെച്ച് അവരുടെ വിദ്യാഭ്യാസം ഓൺലൈനിൽ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കാതെ സംവിധാനം ഒരുക്കിയില്ലേ? എത്ര ഫലപ്രദമായ ഒരു ഗവൺമെന്റ് ആയിരുന്നു. ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം എവിടെയെങ്കിലും നിർവഹിക്കാൻ സാധിക്കുമായിരുന്നു. കേരളത്തിൽ അന്ന് കോൺഗ്രസും BJPയും ഉണ്ടല്ലോ. എവിടെയെങ്കിലും ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഇവരുണ്ടായോ? എവിടെയെങ്കിലും സംരക്ഷണത്തിലുണ്ടായോ? അവിടെയും ആക്ഷേപങ്ങൾ പറഞ്ഞ് സേവനപരമായ പ്രവർത്തനങ്ങൾ, ചികിത്സാ രംഗത്തെ സജ്ജീകരണങ്ങൾ അപകീർത്തിപ്പെടുത്താനും തടസ്സപ്പെടുത്താനും വരെ പോയത്. മെഡിക്കൽ കോളേജുകളിലൊക്കെ ധാരാളം ആളുകൾ അബോധാവസ്ഥയിൽ കിടക്കുന്നു. അവർക്കെല്ലാം ഓക്സിജൻ ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അതിനെപ്പോലും തടസ്സപ്പെടുത്താനല്ലേ UDF നടന്നത്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആ COVID-19 കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ അവരുടെ ഭാഗത്തുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് ഇവിടെ. ആ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സാമ്പത്തിക സഹായം തന്നോ? ഈ ഗവൺമെന്റ് കാത്തു സൂക്ഷിച്ചില്ല. മഹാപ്രളയം, വീടുകൾ തകരുന്നു, വെള്ളപ്പൊക്കം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രളയം ഉണ്ടാകുന്നത് എന്ന് പരിശോധിച്ച് പ്രളയത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ നമ്മുടെ കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിയും
കേരള മന്ത്രിസഭയാകെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എവിടെയായിരുന്നു ഇവർ? കുറ്റം പറഞ്ഞ് ഓരോ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുകയായിരുന്നു. നിയമസഭയിൽ തന്നെ ഡാം തുറന്നു വിടാത്തത് കൊണ്ടാണ് വെള്ളപ്പൊക്കം, ഡാം തുറന്നു വിടണം എന്ന് വരെ ഒരു ശാസ്ത്രീയമായ പഠനവും നടത്താതെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചില്ലേ അന്ന്? അന്ന് ഈ ഗവൺമെന്റ് കൈവശം പൈസ ഇല്ലായിരുന്നു. അന്ന് ആ ഗവൺമെന്റിൽ ഈ പ്രളയകാലത്ത് ആ ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ അംഗമായിരുന്നു ഞാൻ. പൈസ ഇല്ല, പക്ഷെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നിന്നും പണം സമാഹരിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളുടെ പരമാവധി സഹായങ്ങൾ ശേഖരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി സമരം സംഘടിപ്പിക്കുകയായിരുന്നില്ലേ UDF BJP നേതാക്കൾ ചെയ്തത്? ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു 10 കിലോ അരി കൊടുത്തോ? എന്താ ചെയ്തത്? ആ ക്ഷേമ പ്രവർത്തനങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സമരം സംഘടിപ്പിച്ചു. എല്ലാം ഗവൺമെന്റ് സഹന ശക്തിയോടുകൂടി നേരിട്ടു. ഇത് ഗവൺമെന്റിന് ജനങ്ങളോടാണ് ബാധ്യത. അവർ ചെയ്യുന്നത് ജനങ്ങൾ കാണും. ആ നിലപാട് തന്നെ അന്ന് സ്വീകരിച്ചു. പൈസയില്ല. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ കുറച്ചു മാസത്തെ ശമ്പളം, ഒരു സാലറി ചാലഞ്ച് നിങ്ങൾ തരൂ. 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ പലിശയടക്കം നിങ്ങൾക്ക് തിരിച്ചു തരാം. എന്താ കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസിന്റെ അധ്യാപക NGO സംഘടനകൾ നോട്ടീസ് അടിച്ച് ചാനലുകളിലൂടെ ഒരു 3/4 പൈസയും കൊടുക്കരുത് എന്ന് പ്രചാരണം നടത്തി. നോട്ടീസ് അടിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വീടുകളിൽ പോയി. ഈ പണം മുഴുവൻ തിന്നു തീർക്കാനാണ് ഇടതുപക്ഷക്കാർക്ക്. ഇവർക്ക് കട്ടുതിന്നാനാണ്. പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോട്ടീസ് അച്ചടിച്ച് വീടുകളിൽ പോയി ദൃശ്യമാധ്യമക്കാരെ കൊണ്ടുവന്ന് നിർത്തി ആ നോട്ടീസിന് തീ കൊടുത്തില്ലേ? സർക്കാർ ജീവനക്കാരെ കാശ് കൊടുക്കരുന്ന പബ്ലിക് ക്യാമ്പയിൻ നടത്തിയില്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ സഹായം തരാൻ മുന്നോട്ട് വന്നപ്പോൾ അവരോട് കോൺഗ്രസിന്റെ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന മിക്കവരുടെ അടുത്തും ചെന്ന് പറഞ്ഞു പൈസ കൊടുക്കരുത്, പൈസ തരുന്നതിന് നിരാകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രചരണം നടത്തി. അവിടെയുള്ള മലയാളികളിൽ നിന്ന് തന്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ ഈ പ്രളയത്തിൽ വേദനിച്ച് സഹായം തരാൻ മുന്നോട്ട് വന്നവരെ തിരിച്ചയക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഗൾഫ് ഗവൺമെന്റുകൾ, അന്ന് ദുബായ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന് മലയാളികൾ ധാരാളം ഇവിടെയുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളായി കാണുന്നു, അവരിവിടെയാണ്, ഇവിടെ ഞങ്ങളുമായി നല്ല സ്നേഹബന്ധത്തിലാണ്, അവരുടെ നാടൊരു ദുഃഖത്തിലാണ്, ഞങ്ങൾ വലിയ സഹായം തരാം. 800 കോടി രൂപ കേരളത്തിന് സഹായം തരാൻ ദുബായ് ഗവൺമെന്റ് മുന്നോട്ട് വന്നു. ഷെയ്ഖ് ഇവര് പോയി കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞു. അവിടെ എല്ലാം പ്രചരണം നടത്തി. എംബസി മുഖാന്തരം പൈസ കൊടുക്കരുത്. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി. BJP ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ. ആ പണം വാങ്ങാൻ അനുവദിച്ചില്ല. രാജ്യത്തിലെ ജനങ്ങളോട് നൽകുന്ന വലിയ സേവനം, ആ പണം ഇവിടെ കിട്ടിയാൽ ഇവിടുത്തെ ജനങ്ങൾക്കല്ലേ നേട്ടം. അതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും പൂർവ്വകാല ചരിത്രം. ആ ചരിത്രം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. ആ ഗവൺമെന്റിന്റെ ഭരണം മുന്നോട്ട് പോകുന്നു. വലിയ ബഹുജന പിന്തുണയാർജിക്കുന്നു. ഈ ബഹുജന പിന്തുണയാർജിക്കുന്ന അവസരത്തിൽ ഇത് മനസ്സിലാക്കി ഏത് അവസരങ്ങളെയും ഇടതുപക്ഷത്തിനെതിരായി പ്രചാരവേല നടത്താൻ മാധ്യമരംഗത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. സംഘടിതമാണത്. മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യയാണ്.
ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇപ്പോഴും തുടർന്നുകൊള്ളട്ടെ, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഏതെല്ലാം തരത്തിൽ പാർട്ടി നേതാക്കളെ വ്യക്തിഹത്യ നടത്തുക, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുക, അത് വ്യാപകമായി പ്രചരിപ്പിക്കുക, ജനമനസ്സുകളിൽ ഇവർ കുറ്റവാളിയാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചെടുക്കുക, ഇതിന്റെ സംഘടിതമായ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും നേരിട്ടുമാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇവരാരെങ്കിലും പൊക്കി ഉയർത്തി ഇവിടെ പിന്തുണയോടുകൂടി ബൂർഷ മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കയറി വന്നിട്ടുള്ളവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഏറ്റുമുട്ടലുകളുണ്ട്, ജീവൻ കൊണ്ടുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാകും. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടും. ആ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ആ പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് കേരളത്തിലുണ്ട്. രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വന്നുപെട്ട ഒരു വലിയ ദുരന്തമാണ് സഖാവ് ജയരാജനോട് വിശദീകരിച്ച വയനാട് ചൂരൽമലയിലുണ്ടായ മഹാസംഭവം. ഒരു ദുഃഖകരമായ സംഭവം, ഒരു പ്രകൃതി ദുരന്തം. പാതിരാ നേരത്ത് മലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ നാടാകെ ഒലിച്ചു പുഴയിലേക്കും അപ്പുറമുള്ള കരയിലേക്കും കടന്ന് ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി. നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി, നൂറുകണക്കിന് ആളുകളെ കാണാതായി, എല്ലാം നഷ്ടപ്പെട്ടു. ഇത്തരമൊരു സംഭവം നടന്ന ഉടനെ തന്നെ ഉരുൾപൊട്ടൽ മനസ്സിലാക്കി എല്ലാ രക്ഷാകവചങ്ങളും ഒരുക്കി. അത് നമ്മുടെ മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ്, തൊഴിലാളികൾ, യുവാക്കൾ, സ്ത്രീകൾ എല്ലാവരും ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ എല്ലാം മറന്ന് സേവന രംഗത്തോടിയെത്തും. പ്രകൃതിയുടെ ദുരന്തത്തോട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന, സംരക്ഷിക്കാൻ കഴിയാവുന്ന ആളുകളെ പരമാവധി സംരക്ഷിക്കും. കാണാതായ ഒരുപാട് മനുഷ്യർ, അവരുടെ മൃതശരീരമെങ്കിലും അവരുടെ കുടുംബങ്ങൾ കാണാൻ 10, 14, 15, 18 വരുന്ന കുടുംബങ്ങളില്ല. എല്ലാ കുടുംബാംഗങ്ങളും പോയി. അങ്ങനെയുള്ള കുടുംബങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട് ഏകരായി കഴിയുന്ന മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരിമാര്, കുഞ്ഞുങ്ങള് ദുരന്തപൂർണമായിരുന്നില്ലേ ഈ ഗവൺമെന്റ് ചെയ്തത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനം, അതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ മഹാദുരന്തം അറിയിച്ചു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചൂരൽമലയിൽ ഗവൺമെന്റും പാർട്ടിയും ജനങ്ങളാകെയും അണിനിരത്തി പ്രവർത്തിച്ചു. ഒന്നാം നാൾ ഒരുപാട് മനുഷ്യരെ കാണാനില്ല. രണ്ടാം നാൾ ആകുമ്പോഴേക്കും കേന്ദ്ര മന്ത്രി, ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഉരുൾപൊട്ടലിന്റെ വിവരം നേരത്തെ അറിയിച്ചിരുന്നു, അതുകൊണ്ട് അത് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കേന്ദ്രമന്ത്രി, BJP മന്ത്രി, ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ പരസ്യപ്രസ്താവന നടത്തി. അങ്ങനെ ഒരു സന്ദേശവും കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഇതെല്ലാം രേഖകളാണ്. എന്താ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത്? മുന്നറിയിപ്പുണ്ടായിട്ടും, കേന്ദ്ര ഗവൺമെന്റ് മുന്നറിയിപ്പ് തന്നിട്ടും രക്ഷാകവചം ഒരുക്കിയില്ല, അവരെ മാറ്റി പാർപ്പിച്ചില്ല.
ഗുരുതരമായ തെറ്റ്. ഇതല്ലേ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്? ഇതിൽ 1% സത്യത്തിന്റെ അംശമുണ്ടോ? എന്തിനാ ചെയ്തത്? എന്താ ലക്ഷ്യം? ഞങ്ങൾക്ക് മാർക്സിസ്റ്റുകാരായ കുറച്ച് ആളുകളോട് ചോദിക്കുന്ന ചോദ്യമല്ലത്. ഈ നാടിന്റെ മുമ്പിൽ ഉയർത്തുന്ന പ്രശ്നമാണ്. എന്തിനാ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത്? അങ്ങനെ ഒരു സന്ദേശങ്ങളോ മെസ്സേജുകളോ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടു. എന്നാൽ ആ തെറ്റായ വാർത്ത കൊടുത്തതിൽ ക്ഷമ ചോദിച്ച നിരുപാധികം പിൻവലിച്ചോ? ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ അന്തസ്സിനൊരു കേടാണ്, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അത് ആവർത്തിക്കുന്നില്ല. ഒരു കള്ളം പ്രചരിപ്പിക്കുക, തെറ്റ് മനസ്സിലായാൽ അത് മാറ്റി പറയാതിരിക്കുക. ഇതാണല്ലോ രണ്ടാമത്തെ ദിവസം ചെയ്തത്. ഗവൺമെന്റ് കഴിയാവുന്ന എല്ലാ സന്നദ്ധ സേവകരുടെയും ആളുകളുടെയും സാങ്കേതിക വിദ്യയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പട്ടാളം വന്നു, അവിടെ പാലം പണിതു, എല്ലാ ശ്രമങ്ങളും നടത്തി. കഴിയാവുന്നിടത്തോളം ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം അവരെ ചെയ്ത് ഉള്ളവരെ രക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരിൽ നിന്ന് കിട്ടാവുന്ന അവരുടെ ഭൗതിക ശരീരം സംസ്കരിക്കാനും എല്ലാം നമ്മൾ നടപടി ചെയ്യും. ഒരുപാട് ക്യാമ്പുകൾ, ആരോരുമില്ലാത്ത കുറെ പാവങ്ങൾ, ഈ നാശം, ഈ കുത്തൊഴുക്ക്, ഈ ഉരുൾപൊട്ടൽ കണ്ടു നിൽക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യര്, വേദനകള്, കൂട്ടക്കരച്ചിലുകൾ, ആ ക്യാമ്പുകളിലൊക്കെ പോയി ആശ്വസിപ്പിച്ച് അവരെ സമാധാനിപ്പിച്ച് അവർക്ക് ആഹാരവും വസ്ത്രവും എല്ലാം നൽകി അവരെ സംരക്ഷിക്കുന്നതിൽ വല്ല വീഴ്ചയും എവിടെയെങ്കിലും ഉണ്ടായി. ഈ ഗവൺമെന്റ് എത്ര ഭംഗിയായത്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ ഇവിടെ പ്രതിപക്ഷം ഉണ്ടായോ? BJP ഉണ്ടായോ? അപ്പോഴും കുറവുകൾ തേടി നടക്കുകയായിരുന്നില്ലേ? ഇത് അവരുടെ ശീലമാണ്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ഒരു ഭീകര സ്വഭാവത്തിന്റെ മാതൃകയാണ്, രൂപമാണ് കോൺഗ്രസും BJP. പരമാവധി ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അവിടെ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. കുട്ടികളെ ഇപ്പോൾ വിദ്യാലയത്തിലേക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഉള്ളവരെയെല്ലാം രക്ഷിക്കുന്നു, അവർക്ക് ആശ്വാസ നടപടികൾ, വീട്, അതിനവരെ സംരക്ഷിക്കാൻ നടപടികളെല്ലാം എല്ലാവരെയും വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രി ഓൺലൈനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിളിച്ചു ചേർത്തു. ഗവൺമെന്റിന്റെ പദ്ധതി അവരുടെ മുമ്പാകെ പറഞ്ഞു, നിർദ്ദേശങ്ങൾ ചോദിച്ചു. ഇതിനെല്ലാവരെയും സംരക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു. എല്ലാവരും അംഗീകരിക്കുകയും വയനാടിൽ ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളെ രക്ഷിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ നിന്നൊക്കെ സഹായങ്ങൾ വന്നു. ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇന്നും നൂറുകണക്കിന് ആളുകളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഹെലികോപ്റ്ററും ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നേരിട്ടിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഈ ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ വേദനയും പറയും. ഞങ്ങൾ കേരളക്കാരാണ്, ഞങ്ങൾ പാവങ്ങളാണ്, പണമില്ലാത്തവരാണ്, ഇതെല്ലാം കൃഷിക്കാരും കാർഷിക മേഖലയുമാണ്. ഈ കേരളത്തിന് പരമാവധി സഹായം നൽകണം. ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഇത് സംബന്ധിച്ചൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് തരും.
ഞങ്ങൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാം. ഇന്ന് വരെ ഒരു സഹായവും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല. ഒരു സഹായവും. വയനാടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ വന്ന നാശനഷ്ടങ്ങൾക്ക് ഒരു പൈസ പോലും ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് സഹായം തന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഈ UDF-കാർക്ക് ഇവിടുന്ന് 18 MP അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, BJP-യുടെ ഒരു ആളാണ് പോയി ഇരിക്കുന്നുണ്ടല്ലോ, ഉൾപ്പെടെയാണല്ലോ 19. ഏതെങ്കിലും ഒരു MP എന്താ കേരളത്തിന്റെ സഹായം കൊടുക്കാത്തത്? നിങ്ങൾ വാഗ്ദാനം നൽകിയതല്ലേ, എന്താ സഹായിച്ചത് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചോ? ഒരു കോൺഗ്രസ് MP ചോദിച്ചോ? ഈ സഹായം തരാത്തതിൽ അവർക്ക് ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോ? ഇപ്പൊ KSRTC മുമ്പിൽ എന്തിനാ കുത്തിയിരിക്കുന്നത്? എന്തിനാ കുത്തിയിരിക്കുന്നത്? ഈ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളെ എങ്ങനെ തകർക്കാം, എങ്ങനെ സഹായങ്ങൾ കൊടുക്കാതിരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാം, അതിനു വേണ്ടിയിട്ടല്ലേ കോൺഗ്രസ് UDF നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ വരെ എത്തി കോൺഗ്രസ്, എവിടെ വരെ എത്തി BJP? പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് കേരള ഗവൺമെന്റ് ഒരു കണക്ക് തയ്യാറാക്കി. ഇവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന്റെ ഏകദേശ കണക്ക്, ആ കണക്കുകളെല്ലാം തയ്യാറാക്കി 1200 കോടി രൂപ ചുരുങ്ങിയത് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും കൊടുത്തു. ഇത് സംബന്ധിച്ച് കേസ് കോടതിയുടെ മുമ്പാകെ വന്നു. ഈ കൊടുത്ത അതേ കാര്യം സംസ്ഥാന ഗവൺമെന്റ് കോടതിയിൽ സമർപ്പിച്ചു. വേറൊരു കണക്കല്ല, അതേ കണക്ക്. അങ്ങനെ കണക്ക് തയ്യാറാക്കുമ്പോൾ ആ കണക്കിൽ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ എടുത്ത് പ്രചാരണ നടത്തിയത് ഒരു ശവം സംസ്കരിക്കാൻ 75,000. ശവം സംസ്കരിക്കാനാണോ 75,000? 75,000 ഒരുപാട് ടെസ്റ്റുകള്, പരിശോധനകള്, ട്രാൻസ്പോർട്ടിങ്, സ്ഥലം, ഇതെല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു റഫാണിത്. ഏകദേശ കണക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യമാണ് 75,000. 75,000 ചെലവഴിച്ചൊന്ന് എവിടെയെങ്കിലും ഉണ്ടോ? 75,000 വീതം കൊടുത്തിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തൊരു മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ് 75,000 ഒരു ബോഡി, അങ്ങനെ മരണപ്പെട്ട ബോഡി. എല്ലാ ബോഡിയുടെയും കണക്കാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഓരോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ, സ്കൂള്, പഠനം, ഇതിനെല്ലാം കൂടി വന്നാൽ പുനരധിവാസം, ടൗൺഷിപ്പ്, വിദ്യാലയങ്ങളുടെ നിർമ്മാണം, തൊഴിൽ മേഖല, ആശുപത്രികൾ, സംരക്ഷണം, ഇനിയും എത്രയോ വർഷക്കാലം സംരക്ഷിക്കണം. അവർക്ക് ചിലർക്കാണെങ്കിൽ ജീവിത അവസാനം വരെ സംരക്ഷിക്കണം. ഇതിനെല്ലാം കൂടി ഏകദേശം 1200 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം എന്ന മെമ്മോറാണ്ടം കൊടുത്തു. ആ മെമ്മോറാണ്ടത്തിലെ കാര്യം കോടതി കൊടുത്തു. ഇത് മാധ്യമങ്ങൾക്കറിയില്ലേ? എന്താ ചെയ്തത്? 75,000 ഒരു ശവം സംസ്കരിക്കാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ആൾക്ക് ഈ പണം കൊടുത്തിട്ടുണ്ടോ സംസ്കരിക്കാൻ? കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലാണ്. ഇനി ഞാനിത് എഴുതി നിങ്ങൾ 75,000, പിന്നെ ഭക്ഷണത്തിന് ഇത്ര കോടി, താമസത്തിന് ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ വാർത്ത കൊടുത്തത്. ഈ 1200 കോടി രൂപ അധികമാണോ? എത്ര വലിയ നഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ കൊല്ലത്ത് മുമ്പൊരു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനം, കൂട്ടിക്കലിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. ആ സ്ഫോടനം നടന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തത് കണക്കാക്കിയിട്ടുള്ളതിന്റെ 20 ഇരട്ടിയാണ്. ഇത് കണക്കാക്കിയ കാശാണ്, ഏതാണ്ട് റഫ് ഫിഗറാണ്. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, ഇത് വലിയ കുറ്റമായി ആരോപിച്ച് നിങ്ങളെ
അനാവശ്യമായി കൊടുത്തു എന്ന് പറഞ്ഞ് പണം കള്ളപ്പണം എഴുതി വാങ്ങി എന്ന ധ്വനിയല്ലേ ഉണ്ടാക്കിയത്? നിങ്ങൾ ഇത് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യമാണെന്നോ കോടതിയിൽ കൊടുത്ത കണക്കാണെന്നോ ഇതിന്റെ ഏകദേശ ധാരണയാണെന്നോ ഇത് ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കണക്കാണെന്നോ പ്രചരിപ്പിച്ചോ? ഒരു ശവം സംസ്കരിക്കാൻ 75,000 എന്താ ജനങ്ങൾ ധരിച്ചതിൽ ഏതോ കൊടുത്തു കഴിഞ്ഞു. 75,000 വീതം മരിച്ച ആളുകൾക്കൊക്കെ എണ്ണി. ഇനി ഞാൻ UDF-കാരോട് ചോദിക്കട്ടെ, ഞങ്ങൾക്കെതിരായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളോട് ചോദിക്കട്ടെ, ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 1,200 കോടി കൊടുത്താൽ അപ്പയ്ക്ക് എടുത്തു വരുമോ? ഏതെങ്കിലും ചരിത്രമുണ്ടോ? ശരി, തന്നു എന്ന് വെക്കാം. ആ 1,200 കോടി കേരളത്തിന് കിട്ടിയാൽ എന്താ കുഴപ്പം? നമ്മുടെ കേരളത്തിനല്ലേ, അത് കേരളത്തിലെ ജനങ്ങൾക്കല്ലേ ഉപയോഗിക്കാൻ പറ്റൂ, ഈ ദുരിതാശ്വാസത്തിനല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണം വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റൂ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒബ്സർവേഷനില്ലേ 1,200 കോടി കേരളത്തിന് പണം കിട്ടുന്നതിന് എന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? തരാൻ അവർ തീരുമാനിച്ചിട്ടില്ല. ഈ ആവശ്യം ഉന്നയിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? ഇതിന്റെ അർത്ഥം അത് കൊടുക്കരുതെന്നാണ്. ഈ 1,200 കോടിക്ക് കേരളം ചോദിച്ചു, അത് മുഴുവൻ കള്ളക്കണക്കാണ്. ആ പണം കൊടുക്കരുത് എന്നല്ലേ ഇതിന്റെ സന്ദേശം? നിങ്ങൾ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? നിങ്ങൾ കേരളീയരാണോ? UDF-കാര് കേരളീയരാണോ? എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്, എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിന് അങ്ങേയറ്റം അപമാനകരമായ പ്രചരണങ്ങൾ നടത്തരുത്. ഞങ്ങൾ അതാണ് മാധ്യമങ്ങളോട് പറയുന്നത്. നിങ്ങൾ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതിനേക്കാളും ക്രൂരമല്ലേ ഇത്? അതിനേക്കാളും പൈശാചികമല്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഈ 3.5 കോടി മലയാളികളുടെ നാടിന് എപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, അവരിൽ നിന്ന് സഹായം ലഭ്യമാക്കാതിരിക്കാൻ തെറ്റായ പ്രസ്താവന നടത്തി നമ്മുടെ നാടിന്റെ താല്പര്യം ഹരിക്കാൻ പാടുണ്ടോ? കേരളത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്? UDF-നല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? കോൺഗ്രസിനല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും നിങ്ങൾ കേരള സാമ്പത്തികമായി വളരെ പ്രശ്നങ്ങളിലാണ് സാർ. നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് പണമെല്ലാം നമ്മൾ ഈ ദുരിതാശ്വാസത്തിലേക്ക് നീക്കിവെക്കുക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളുടെ ജീവനാണ് പ്രധാനം, അവരുടെ സുരക്ഷയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യരുടെ വേദനയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതിന് പരിഹാരം ഉണ്ടാക്കാനല്ലേ UDF-കാരെ നിങ്ങൾ ശ്രമിക്കേണ്ടത്, മാധ്യമങ്ങളെ നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഈ UDF-കാരിങ്ങനെ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തിന്റെ ഭാവിയെ നിങ്ങൾ തകർക്കരുത്, കേരളത്തിന്റെ പുരോഗതിയെ നിങ്ങൾ തകർക്കരുത്, കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ തകർക്കരുത്. ഈ കേരളം എന്ത് തെറ്റാ ചെയ്തത്? ഈ കേരളത്തിലെ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം നിഷേധിക്കുന്നത്? ഇവിടെ സഖാവ് ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. ആന്ധ്രക്ക്, തെലങ്കാനക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സഹായം കേരളത്തിലില്ല. അവർക്ക് ദുരിതാശ്വാസത്തിനും അതുപോലെ തന്നെ ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ഈ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. ന്യായമായി കേരളത്തിന് നൽകേണ്ടിയിരിക്കുന്ന ഒരു സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നില്ല. ഇങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കുക, കേരളത്തിലെ ജനതയെ അപമാനിക്കുക, മലയാളി സമൂഹത്തെ അപമാനിക്കുക, ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നശീകരണ വാസനയോടുകൂടി പ്രവർത്തിക്കുന്നവരെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുക, ജനങ്ങളിലേക്ക് പോവുക, നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കണം. ഇത് വയനാടിന്റെ മാത്രമല്ല,
എവിടെയെല്ലാം ഈ ദുഃഖം അനുഭവിക്കുന്നു, ആ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളെയെല്ലാം സംരക്ഷകരായി, പ്രതീക്ഷയുടെ വെളിച്ചമായി, ഒരു പുതിയ യുഗത്തിന്റെ വഴികാട്ടികളായി ഉയർന്നു വരാൻ നമുക്ക് സാധിക്കണം. പാർട്ടി സഖാക്കൾ ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. മാധ്യമങ്ങൾ രാഷ്ട്രീയമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാം വലതുപക്ഷ രാഷ്ട്രീയമാണ്. ആ വലതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് ജനവിരുദ്ധ വഴികളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകും. നവമാധ്യമ രംഗം തീർച്ചയായും വലിയൊരു ഭാഗം പണം കൊടുത്ത് സംഘടിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണ മേഖലയാണ്. ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം കിട്ടുന്നുണ്ട്. ഇടതുപക്ഷത്തെ എതിർക്കാൻ ഏതോ കേന്ദ്രങ്ങൾ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. മുൻപ് 57 വിമോചന സമരം പോലെ കേരള ഗവൺമെന്റിനെ തകർക്കാൻ, ഈ നാടിന്റെ പുരോഗതിയെ തകർക്കാൻ വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീചമായ നടപടികളെ ചെറുത്തു തോൽപ്പിക്കാൻ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ മുന്നോട്ട് വരിക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇല്ലെങ്കിൽ ഈ കേരളം നിലനിൽക്കില്ല. കേരളത്തിന്റെ വളർച്ച ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് ഈ പാർട്ടിയിലാണ്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ നിസ്വാർത്ഥ സേവകരായി, ജനസേവകരായി ജനങ്ങൾക്കിടയിലേക്ക്, ആ ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ. ആ ജനകീയ ശക്തിയാണ് നമ്മുടെ കരുത്ത്. ആ ജനകീയ ശക്തി സമാഹരിച്ചുകൊണ്ട് കേരളത്തെ രക്ഷിക്കുക, നാടിനെ രക്ഷിക്കുക, 3 കോടി മലയാളികളുടെ ജന്മനാടിനെ രക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാം സജീവ സാന്നിധ്യമായി ഉണ്ടാകണം എന്ന് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനാണ്. ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ശ്രീലങ്കയിൽ അവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ദിസ ഭണ്ഡാരനായകെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ദിസ നായകെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് അവിടെ അപകടമില്ലെന്നല്ല. ലോകത്തിലെ വലതുപക്ഷ ശക്തികൾ ശക്തവാന്മാരാണ്. അവരാണ് ഇസ്രായേലിൽ കൂട്ടക്കൊല, അവരാണ് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള ശ്രീലങ്കൻ ഗവൺമെന്റ് പൂർണ്ണമായും അവർക്ക് ആധിപത്യത്തോടുകൂടി നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഏതായാലും ലോകത്തിന്റെ മുമ്പിൽ വലതുപക്ഷ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ ശക്തവാന്മാരാണ്. അത് മനസ്സിലാക്കി കൂടുതൽ നല്ല നിലയിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ വലതുപക്ഷ ശക്തികൾ ഇസ്രായേൽ ഭീകരന്മാരെ ഉപയോഗിച്ച്, പുതിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കുന്നു. അതാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാകട്ടെ ശ്രീലങ്കയിലാകട്ടെ ദിസ നായിക അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ആ ഗവൺമെന്റ് ആ ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ഈ വലതുപക്ഷ ശക്തികൾ നോക്കി നിൽക്കുമെന്ന് നമ്മൾ ധരിച്ചേക്കരുത്. രാജ്യം, ലോകം വലതുപക്ഷ ശക്തികളുടെ മുൻകൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ജാഗ്രത എല്ലാ രംഗത്തും ഉണ്ടാകണം. പുരോഗമന ജനാധിപത്യ ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തിപ്പെടുമ്പോൾ അതിന് ഏത് വഴികൾ ഉപയോഗിച്ച് തകർക്കാൻ വലതുപക്ഷ സാമ്രാജ്യത്വ ശക്തികൾ എന്ത് വൃത്തികെട്ട നിലപാടും സ്വീകരിക്കും. അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി നല്ല ബോധവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോവുക എന്നൊരു ദൗത്യം കൂടി ഇന്ന് പ്രസക്തിയുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദം. ബഹുജന ധർണ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുക.